വെൽക്കം ബാക്ക് എവരി വൺ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ട്രാൻസ്ഫർ വാർത്തകളെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്? സാധാരണ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഈ സീസണിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് സ്വിക്സി അവർ സൈൻ ചെയ്ത് ടീമിലേക്ക് എത്തിച്ചത്. ഇപ്പൊ മറ്റൊരു കിഡിലൻ സൈനിങ്ങുമായിട്ട് യുണൈറ്റഡ് രംഗത്ത് എത്തിയിട്ടുണ്ട്. ലില്ലിയുടെ സ്റ്റാർ ഡിഫൻഡർ ആയിട്ടുള്ള 18-year-old ലെനി യോറോയെ 62 മില്യൺ കൊടുത്തിട്ട് യുണൈറ്റഡ് സൈൻ ചെയ്തിട്ടുണ്ട്. 5 വർഷത്തെ കോൺട്രാക്ട് പുള്ളി സൈൻ ചെയ്തു. നമുക്കറിയാം, പല ആൾക്കാരും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുന്ന ഡിഫൻഡർ ആണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ് പ്ലെയർ ആണ്. യുണൈറ്റഡിന്റെ പകുതി ഡിഫൻഡേഴ്സും ഹാഫ് ഓഫ് ദി സീസൺ ഇഞ്ചുറി കാരണം പുറത്താണ്. ഇതുപോലുള്ള യങ് പ്ലേയേഴ്സ് വന്നിട്ടില്ലെങ്കിൽ ടെന്നാഗിന്റെ ആക്ഷൻ പ്ലാൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാം. പുള്ളി ഏതാണ്ട് മെഡിക്കലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ടീമിലേക്ക് വരാൻ പോവുകയാണ്. മെയ്സൺ ഗ്രീൻവുഡ് യുണൈറ്റഡ് വിടുമെന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. മാർസിയുമായിട്ട് ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് ആയി എന്നുള്ള വാർത്ത ഡേവിഡ് ഓൺസ്റ്റിൻ ഒക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. നമുക്കറിയാം, പുള്ളി ഏതായാലും യുണൈറ്റഡിലേക്ക് തിരിച്ചു വരില്ല. ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളിയെ സെല്ല് ചെയ്ത് എൻകാഷ് ചെയ്തുകൊണ്ട് ആ പൈസ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ 1-2 പ്ലേയേഴ്സിനെ വാങ്ങിക്കാം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ മാനേജ്മെന്റിന് അറിയാം. പുള്ളിയുടെ കരിയർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇയേഴ്സ് ഗ്രീൻവുഡിന്റെ സൈഡിൽ ബാക്കിയുണ്ട്. നല്ല പെർഫോമൻസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രീൻവുഡിന് ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. മറ്റൊരു വാർത്ത നമ്മൾ കേൾക്കുന്നത് PSG സൈഡിൽ നിന്നാണ്. PSG ഇപ്പോ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിവർപൂള് വളരെ ദിവസങ്ങളായിട്ട് നോക്കിയിരുന്ന ജാവോ നെവസിനെ ഏതാണ്ട് PSG റാഞ്ചും എന്നുള്ള സിറ്റുവേഷൻ ആണ്. ബെൻഫിക്കയുമായിട്ടുള്ള ഡിസ്കഷൻ പ്രോഗ്രസ് ആവുന്നു എന്നുള്ള വാർത്ത ഫാബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് പുള്ളി പേഴ്സണൽ ടേംസ് ഒക്കെ അഗ്രി ചെയ്ത് കഴിഞ്ഞു. PSG എന്തായാലും പൈസ വാരി എറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും. അതുപോലെ തന്നെ നെപ്പോളിയുടെ സ്റ്റാർ സ്ട്രൈക്കർ ആയിട്ടുള്ള വിക്ടർ ഓഷിമനെയും PSG നോട്ടം ഇട്ടിട്ടുണ്ട്. അഡ്വാൻസ് ഡിസ്കഷനിലേക്ക് കടന്നു വന്ന് ഫാബ്രിസിയോ റൊമാനോ പറയുന്നുണ്ട്. എന്തായാലും 100 മില്യൺ ഒക്കെ നെപ്പോളി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് PSG ഒരു വിഷയമല്ല. പുള്ളി എന്തായാലും PSG പോകാനുള്ള സാധ്യതയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ആർസണൽ ഒരു യങ് ഗോൾ കീപ്പറെ അയാക്സിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. ടോമി സെറ്റ്ഫോർഡ്. നമുക്കറിയാം, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൈനിങ് ആണ്. 1 മില്യൺ പ്ലസ് ആഡ് ഓൺ കൊടുത്തിട്ടാണ് അയാക്സിൽ നിന്ന് ആർസണൽ ഈ ഒരു യങ് കീപ്പറെ സൈൻ ചെയ്തിട്ടുള്ളത്. സ്പെയിനിന്റെ സ്റ്റാർ പ്ലെയർ, ഈ ഒരു യൂറോയുടെ അട്രാക്ഷൻ ആയിട്ടുള്ള നീക്കോ വില്യംസും ബാഴ്സലോണയുമായിട്ടുള്ള ഇനീഷ്യൽ ഡിസ്കഷൻ കഴിഞ്ഞു എന്നുള്ള വാർത്ത പല ന്യൂസ് ചാനലും ഇപ്പൊ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നമുക്കറിയാം, 2 മാച്ചുകളിൽ നീക്കോ വില്യംസിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു ഇമ്പാക്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയെ പല ടീമുകളും നോട്ടമിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ലൊരു പ്രോസ്പെക്ട് ബാഴ്സലോണ പുള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പേഴ്സണൽ ടേംസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ പുള്ളി ബാഴ്സയിലേക്ക് പോകാനുള്ള ചാൻസ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ സ്പേഴ്സിന്റെ സൈഡിൽ നിന്നും ഇന്ന് നടന്ന ഫ്രണ്ട്ലി മത്സരത്തിൽ ഹാർട്സിനെതിരെ 5-1 ഒരു കിടിലൻ വിക്ടറി നേടി. ഇപ്പൊ പ്രീ സീസൺ ഫ്രണ്ട്ലി ഒന്നും അത്ര കാര്യമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റോസൻബർഗിനെതിരെ 1-0 പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെയ്സൺ മൗണ്ടും റാഷ്വുഡും ഒക്കെ ഇറങ്ങിയ കളിയായിരുന്നു. പക്ഷേ അവസാന നിമിഷം റോസൻബർഗ് ഗോളിലൂടെ 1-0 ലീഡിലേക്ക് എത്തുകയും ചെയ്തു. പുതിയ ഫോർമേഷനും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനുള്ള ഒരു അവസരമാണ്. ഈ റിസൾട്ട് ഒന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. ഇപ്പോ ലൂക്കസ് ബെരിവാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പുള്ളി സ്പേഴ്സിന് വേണ്ടി ഇറങ്ങി നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പൊ ആൻജ് പോസ്റ്റക്കോഗ്ലുവിന്റെ സൈഡിൽ നിന്നും Under-21 കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. എന്തായാലും പുതിയ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമന്റ്സ് താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.